പ്രിയമുള്ളവരെ, ഏവർക്കും ടെക്നീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് 15/12/2025 നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്ന കേരള വാട്ടർ അതോറിറ്റി ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ഓർ ഓവർസിയർ ഗ്രേഡ് 2 ആർക്കൊക്കെ അപേക്ഷിക്കാം, അതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ്, സെലക്ഷൻ പ്രൊസീജിയർ, ദെൻ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ്, ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പൊ ആദ്യം നമ്മൾ ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആണ് നോക്കുന്നത്. അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ITI ഡ്രാഫ്റ്റ്സ്മാൻ സിവില്, അതോടൊപ്പം തന്നെ ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ പഠിച്ച ആൾക്കാർക്ക് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിന്റെ ഏജ് ലിമിറ്റ് 18 തൊട്ട് 36 വയസ്സ് വരെയാണ്. അപ്പൊ കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ്. നമ്മുടെ പോസ്റ്റിന്റെ പേര് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 2, കേരള വാട്ടർ അതോറിറ്റിയിലേക്കാണ് നിയമനം. അപ്പോൾ ഇതിന്റെ വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആണ്. അപ്പം വരുന്ന വേക്കൻസി, അതായത് ഇനി വരുന്ന വേക്കൻസി എല്ലാം ഈ ലിസ്റ്റിൽ നിന്നായിരിക്കും എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് 2020-ലാണ്. അപ്പൊ അന്നത്തെ കാറ്റഗറി നമ്പർ ഒന്ന് ശ്രദ്ധിക്കുക, 485/2020 ആണ്. അന്ന് എത്ര പേരാണ് അപ്ലൈ ചെയ്തത്? 41,193 ആൾക്കാരാണ് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തത്. പരീക്ഷ നടന്നതോ 31/7/2021 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 27/7/2022 മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം 598 ആണ്. കട്ട് ഓഫ് മാർക്ക് നോക്കിയേ, 72.33 ആയിരുന്നു. ദെൻ ലാസ്റ്റ് അഡ്വൈസ് നടന്നത് 26/7/2025 ഇതുവരെ 503 പേർക്കാണ് നിയമനം നടന്നത്. റാങ്ക് ലിസ്റ്റിന്റെ അവസ്ഥ എന്താണ്? റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയി. അപ്പൊ ഇതിനകത്ത് ആകെ മെയിൻ ലിസ്റ്റിൽ 598 പേരേ ഉള്ളൂ. 503 പേർക്കോളം നിയമനം ലഭിച്ചു. ഈ കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 3, ഗ്രേഡ് 2 അങ്ങനെയുള്ള പോസ്റ്റിന്റെ ഒക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ മാസമായിട്ടുള്ള വേക്കൻസിയാണ്. അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കി നിങ്ങൾ കൃത്യമായിട്ട് തയ്യാറെടുക്കുക. അപ്പൊ ഞാൻ ക്വാളിഫിക്കേഷന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ITI ഡ്രാഫ്റ്റ്സ്മാൻ സിവില് മെക്കാനിക്കൽ ആണ് അല്ലെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ. ഒന്നുകിൽ ITI ഡ്രാഫ്റ്റ്സ്മാൻ സിവില് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ. ഇനി നിങ്ങൾക്ക് ഓവർ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക്, ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർ, അതായത് ഡിപ്ലോമ, ബിടെക്, സിവില്, മെക്കാനിക്കലുകാർക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്രാവശ്യവും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ദെൻ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഓവർസിയർ ഗ്രേഡ് 2-നും ഓവർസിയർ ഗ്രേഡ് 3-യുടെയും കേരള വാട്ടർ അതോറിറ്റിക്ക് ഒരു സിലബസ് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള സിലബസ് തന്നെ ആയിരിക്കും. കാര്യം രണ്ടിന്റെയും ക്വാളിഫിക്കേഷൻ എന്താണ്? ITI സിവിൽ ഓർ മെക്കാനിക്കൽ ആണ് അല്ലെ. അപ്പൊ എന്തായാലും ഒരേ സിലബസ് തന്നെ ആയിരിക്കും. അപ്പൊ ഇപ്പം നമുക്കിപ്പോ ഓവർസിയർ ഗ്രേഡ് 3-യുടെ പരീക്ഷ കഴിഞ്ഞതാണ്, October 30 കഴിഞ്ഞതാണ്. അപ്പൊ അതിന്റെ സിലബസ് തന്നെ ആയിരിക്കും ഇതിന്റെയും സിലബസ്. അപ്പൊ നമുക്ക് ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് നോക്കുവാണെങ്കിൽ 68 മാർക്കിന് സിവിൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്കും 32 മാർക്കിന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്കുമാണ്. അപ്പൊ ഞാൻ അതിന്റെ സിലബസിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ആദ്യത്തെ മൊഡ്യൂളിലാണ്, സിവിലിലെ ആദ്യത്തെ മൊഡ്യൂളിൽ വരുന്നത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിന് 10 മാർക്കാണ് ഉള്ളത്. ദെൻ രണ്ടാമത്തെ മൊഡ്യൂളിലുള്ളത് യൂണിറ്റ്സ് ആൻഡ് മെൻസുറേഷൻ 6 മാർക്കാണ്. ദെൻ മൂന്നാമത്തെ മൊഡ്യൂളിൽ ഓട്ടോ കാർഡാണ്, 8 മാർക്കാണ്. നാലാമത്തെ മൊഡ്യൂളിൽ സർവേയിങ് ആണ്, 9 മാർക്കാണ്. ദെൻ അടുത്ത മൊഡ്യൂള് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ 10 മാർക്കാണ്. ദെൻ അടുത്ത മൊഡ്യൂള് ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേറ്റിംഗ് 10 മാർക്കാണ്. ദെൻ ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ 9 മാർക്ക്. ഇത്രയാണ് സിവിൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്ക് പഠിക്കാനായിട്ടുള്ള ടോപ്പിക്കുകൾ. ദെൻ ഇനി അടുത്തത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ എന്തെല്ലാമാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. അപ്പൊ അതിനകത്ത് മൊഡ്യൂൾ 1-ന്റെ ഹെഡിങ് എന്ന് പറഞ്ഞാൽ ഡെവലപ്പ് സർഫസ് ആൻഡ് ഇന്റർ പെനിട്രേഷൻ ഓഫ് സോളിഡ്സ് ഇൻ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ആണ്. അതിന് 2 പാർട്ടായിട്ടാണ്. ആദ്യത്തെ പാർട്ട് ഡെവലപ്മെന്റ് ഓഫ് സർഫസ് ആണ്, അതിന് 3 മാർക്കാണുള്ളത്. ദെൻ ഇന്റർ പെനിട്രേഷൻ ഓഫ് സോളിഡ്സ് ഇൻ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ അതിന് 2 മാർക്കാണുള്ളത്. ദെൻ രണ്ടാമത്തെ മൊഡ്യൂൾ നോക്കുവാണെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാസ്റ്റനേഴ്സ്, വെൽഡ്സ് ആൻഡ് ലോക്കിംഗ് ഡിവൈസ്. അപ്പൊ അതിൽ ഓരോ ടോപ്പിക്കിലെയും മാർക്ക് വെയിറ്റേജ് നമുക്ക് നോക്കാം. ആദ്യത്തെ ഫാസ്റ്റനേഴ്സിന് 3 മാർക്കാണ്, വെൽഡിന് 2 മാർക്കാണ്, ദെൻ ലോക്കിംഗ് ഡിവൈസിന് 3 മാർക്കാണ്.
ദെൻ അടുത്ത മൊഡ്യൂൾ നോക്കിയാൽ പൈപ്പ് ജോയിന്റ്സ് ആൻഡ് റിവറ്റഡ് ജോയിന്റ്സ് ആണ്. അപ്പൊ അത് ഈ പൈപ്പ് ജോയിന്റ്സിന് 2 മാർക്കും ദെൻ റിവറ്റഡ് ജോയിന്റ്സിന് 3 മാർക്കുമാണുള്ളത്. ദെൻ അടുത്തൊരു മൊഡ്യൂൾ 4 നോക്കിയാൽ ബെൽറ്റ് ഡ്രൈവ് ആൻഡ് ഗിയർ ഡ്രൈവ് ആണ്. അതിനകത്ത് ബെൽറ്റ് ഡ്രൈവിന് 4 മാർക്ക്, ദെൻ ഗിയർ ഡ്രൈവിന് 3 മാർക്കാണ് ഉള്ളത്. ദെൻ അടുത്ത 5ാമത്തെ മൊഡ്യൂൾ നോക്കിയാൽ ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ് ആണ്. അപ്പൊ അതിനകത്ത് ഹൈഡ്രോളിക്സിന് 3 മാർക്കും ന്യൂമാറ്റിക്സിന് 2 മാർക്കുമാണ് ഉള്ളത്. ദെൻ അടുത്ത മൊഡ്യൂൾ നമ്മൾ നോക്കുവാണെങ്കിൽ മൊഡ്യൂൾ 6 ലിമിറ്റ് ഫിറ്റ് ആൻഡ് ടോളറൻസ് ആണ്. അപ്പൊ ലിമിറ്റ് ഫിറ്റ് ആൻഡ് ടോളറൻസിന് 4 മാർക്കാണ് ഉള്ളത്. ദെൻ അടുത്ത മൊഡ്യൂൾ നോക്കിയാൽ മൊഡ്യൂൾ 7 ബെയറിംഗ് ആണ്. ബെയറിംഗിന് 4 മാർക്കാണ് ഉള്ളത്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് സിലബസിൽ പഠിക്കാനായിട്ടുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ എക്സാം ഇപ്പം ഡിസംബർ 15 ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരികയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഒരുപാട് വേക്കൻസീസ് ഇനിയും പ്രതീക്ഷിക്കാം. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾ ഈ പോസ്റ്റിലൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർ അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ കിട്ടുമ്പോൾ പലരും മാറിപ്പോവും. അങ്ങനെയൊക്കെ വേക്കൻസീസ് വരാം. ഇനിയുള്ള പ്രാവശ്യവും ഒരുപാട് വേക്കൻസീസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനുള്ള തയ്യാറെടുപ്പ് ഊർജിതമാക്കണം. അപ്പൊ അതിന് നിങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ തന്നെ വേണം. അപ്പോൾ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുടെ ക്ലാസ്സുകൾ ടെക്പിഎസ്സിയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഓൺലൈൻ കോഴ്സാണ്. അപ്പൊ അതൊരു ലോങ് ടൈം ബാച്ച് ആണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ആരൊക്കെയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ കോഴ്സ് മെന്റർ ചെയ്യുന്നത് ഞാനാണ്. അപ്പൊ ഞാൻ 30ഓളം ടെക്നിക്കൽ എക്സാംസുകൾ ക്ലിയർ ചെയ്തിട്ടുള്ള ആളാണ്. ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ജോലി കിട്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ ടെക്പിഎസ്സിയുടെ കോഴ്സ് മെന്ററായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ കോഴ്സിനെ മെന്റർ ചെയ്തത്. ഈ പ്രാവശ്യം ഞാൻ തന്നെയാണ് കോഴ്സ് മെന്റർ ചെയ്യുന്നത്. എന്നോടൊപ്പം കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുണ്ട്. അത് മെക്കാനിക്കലിലായിക്കോട്ടെ, സിവിലിലായിക്കോട്ടെ, എല്ലാവരും ഈ കോമ്പറ്റേറ്റീവ് എക്സാം ഫീൽഡിലാണ്. ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരുപാട് പരീക്ഷകൾ ക്ലിയർ ചെയ്തിട്ടുള്ള അധ്യാപകരാണ്. അപ്പൊ ആരൊക്കെയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലൊക്കെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഫാക്കൽറ്റി തന്നെയാണ്. അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ഗായത്രി ടീച്ചർ ആയിക്കോട്ടെ, സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഫാക്കൽറ്റിയാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നത്. അപ്പൊ നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ കോഴ്സ് നടത്തിയതാണ്. അന്ന് ടെക്പിഎസ്സിക്ക് ഏറ്റവും മികച്ച വിജയം തന്നെയായിരുന്നു കിട്ടിയത്. അപ്പൊ അതേ ഫാക്കൽറ്റി തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യവും നമ്മൾ വിജയ ചരിത്രം ആവർത്തിക്കും. അത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ കോഴ്സിൽ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും. അതോടൊപ്പം തന്നെ നോട്ട്സ്, PDF നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. വേറെ നോട്ട്സിനൊന്നും നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ടോപ്പിക് വൈസ് പരീക്ഷകൾ, ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷ വരെയും കോച്ചിങ്, ഡൗട്ട് ക്ലിയറൻസ്, മെന്റർഷിപ്പും എല്ലാം ഉണ്ട്. ഈ പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ട എല്ലാ സഹായങ്ങളും ഞാനും നമ്മുടെ ഫാക്കൽറ്റികളെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഒരു ചെറിയ ഫീസ് അടച്ച് നിങ്ങൾക്ക് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഈ എക്സാം, എനിക്ക് പറയാനുള്ളത്, ഈ എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളോട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടങ്ങുക. ഇനി ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നിങ്ങളെ പ്രതീക്ഷിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഓരോ നോട്ടിഫിക്കേഷനും നിങ്ങൾ വളരെ കൃത്യമായിട്ട് അതിനുവേണ്ടി തയ്യാറെടുക്കുക. എല്ലാ നോട്ടിഫിക്കേഷനും വരുന്നതിനും നിങ്ങൾ എന്ത് ചെയ്യുക? വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി ഓരോ പോസ്റ്റിനും പ്രത്യേകം നിങ്ങൾ തയ്യാറെടുക്കുക. അപ്പോൾ ഈ എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.